₹3999 എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞ റിയൽമിയുടെ ബഡ്സ് എയർ എന്ന ട്രൂലി വയർലെസ് ഇയർഫോണിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിങ് റിവ്യൂസും മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ആദ്യമായി വരികയാണെങ്കിൽ ഇതാണ് ടെക് മല്ലു. ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാം, ₹3999 എന്ന പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രൂലി വയർലെസ് ഇയർഫോൺ ഇത് തന്നെയാണ്. അത് ഫീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ ഓഡിയോയുടെ ക്വാളിറ്റിയിലായാലും നമുക്ക് വളരെ നല്ല വാല്യൂ ആണ് റിയൽമിയുടെ ഈ ഇയർഫോൺസ് നമുക്ക് തരുന്നത്. ബോക്സിൻ്റെ പുറത്തായിട്ട് നമുക്ക് റിയൽമി ബഡ്സ് എയറിൻ്റെ ഡിസൈൻ തന്നിട്ടുണ്ട്. ആപ്പിൾ ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് പലരും ഇതിനെ വിളിക്കുന്നത്. ആപ്പിൾ ഇൻസ്പയർഡ് ഡിസൈൻ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എയർപോഡ്സും റിയൽമിയുടെ ബഡ്സ് എയറും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഏത് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. അത്രയും വലിയ കോപ്പി അടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല, കാരണം എയർപോഡ്സിനേക്കാളും ഏകദേശം 3 മടങ്ങ് പൈസ കുറവാണ് നമ്മുടെ റിയൽമി ബഡ്സ് എയറിന്. അതായത് നമുക്ക് എയർപോഡ്സ് ഇപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം 12,000 രൂപയാണ്. അതായത് നമുക്ക് റിയൽമി ബഡ്സ് എയർ അങ്ങനത്തെ 3 എണ്ണം വാങ്ങാൻ പറ്റും ഒരു എയർപോഡ്സ് വാങ്ങുന്ന പൈസയ്ക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു USB Type-C കേബിളാണ്. വളരെ നല്ല കാര്യമാണ്, കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോൺസിലും USB Type-C ആണ് വരുന്നത്. USB Type-C സുപ്പീരിയർ ടെക്നോളജിയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ വയർലെസ് എയർപോഡ്സിലും അല്ലെങ്കിൽ ഇയർഫോൺസിലും നമുക്ക് കിട്ടിയിരുന്നത് ഒരു USB 2.0 കേബിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്. അപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ ഇൻസ്പയർഡ് ഡിസൈനിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നമുക്ക് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം USB Type-C കേബിളാണ് ഉപയോഗിക്കേണ്ടത്. മുന്നിലായിട്ട് നമുക്കൊരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആപ്പിൾ ഇൻസ്പയർഡ് ഡിസൈൻ പിന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിൻഭാഗത്തായിട്ട് നമുക്ക് 2 ഇയർഫോണുകളിലും മൈക്രോഫോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്, സെക്കൻഡറി മൈക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ആംബിയൻ നോയ്സ് കട്ട് ചെയ്യുക, അതായത് നമ്മുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ഓരോ ശബ്ദങ്ങളും കട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ മൈക്കിൽ, അതായത് പ്രൈമറി മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള നോയ്സുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇനി നമ്മൾ മറച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻസർ കാണാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇയർഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ഇയർഫോൺ നമ്മൾ പുറത്തേക്ക് എടുത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഞാൻ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്താണ്, നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർപോഡ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ചാർജിങ് പോർട്ടും അടിയിലുള്ള ആ സിൽവർ കളർ ഒരു ബാൻഡുമാണ് വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എയർപോഡ്സ് ഏതാണ് റിയൽമി ബഡ്സ് എയർ ഏതാണെന്ന് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. എന്നാൽ പോലും എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് എയർപോഡ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ബാൻഡ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതാ സാധനം എന്നുള്ളത്. അപ്പോൾ ഒരു ഇയർഫോൺ വരുന്നത് ഏകദേശം 4 ഗ്രാമാണ്, അതായത് 3.5 ഗ്രാമിൻ്റെ അടുത്താണ് വരുന്നത്. 2 ഇയർഫോണും കൂടെ ഏകദേശം 7 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് കേസിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തരുന്നത് ഏകദേശം 3 മണിക്കൂർ ബാറ്ററിയാണ് നമ്മുടെ ഇയർഫോൺ മാത്രം തരിക. അതല്ല, നിങ്ങൾ ഈ ചാർജിങ് കേസ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 17 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് ഇത് തരും എന്നാണ് റിയൽമി പറയുന്നത്. എൻ്റെ ടെസ്റ്റിങ്ങിൽ നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 42 ഗ്രാമാണ് നമ്മുടെ ചാർജിങ് കേസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് വിത്തൗട്ട് ഇയർഫോൺസ് ആണ് 42 ഗ്രാം എന്ന് പറയുന്നത്. മറ്റ് ട്രൂലി വയർലെസ് ഇയർഫോൺസുമായിട്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന R1 ചിപ്പാണ്. അപ്പോൾ ഈ R1 ചിപ്പിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് സീംലെസ്ലി കണക്റ്റ് ആവുമെന്നാണ് ഏറ്റവും വലിയ ഗുണം. അതായത് നമ്മുടെ ഫോൺ ഏകദേശം ഈ ചാർജിങ് കേസ് നമ്മൾ ആപ്പിളിൻ്റെ എയർപോഡ്സ് കണ്ട ഏകദേശം സിമിലർ ടെക്നോളജിയാണ്. സെയിം ടെക്നോളജി എന്ന് പറയുന്നത് സിമിലർ ടെക്നോളജിയാണ്, കാരണം ആൻഡ്രോയിഡിൽ ഇതുവരെ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. പിക്സൽ ഫോൺസിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വയർലെസ് ചാർജിങ് കേസ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു പോപ്പപ്പ് ഏകദേശം വരേണ്ടതാണ്. നമ്മൾ
ആപ്പിളിൻ്റെ എയർപോഡ്സ് കണ്ടതുപോലെ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ തന്നെ ഒരിക്കൽ കണക്ട് ചെയ്ത എയർപോഡ്സ്, അതായത് നമ്മളിപ്പോൾ റിയൽമിയുടെ ബഡ്സ് എയർ ഒരു തവണ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ മുതൽ നമ്മൾ ഇതിൻ്റെ ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെവിയിലേക്ക് എടുത്തു വെച്ചാൽ തന്നെ നേരിട്ട് പാട്ട് കേൾക്കാം. നമുക്ക് പിന്നെയും കണക്ട് ചെയ്യേണ്ട ഒരു ഹാസിൽ നമുക്കിതിൽ വരുന്നില്ല. ഇതിൻ്റെ കൂടെ വരുന്ന കേസ് വയർലെസ് ചാർജിങ് കേസാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യാവുന്നതാണ്. USB Type-C കേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് 5.0 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടച്ച് കൺട്രോൾ, സൂപ്പർ ലോ ലേറ്റൻസി മോഡ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ലാഗ് വളരെ കുറവായിരിക്കും. ഒരു വൈഡ് ഇയർഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ തന്നെ വയർലെസ് ഇയർഫോണിനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.